Welcome to Recipes for Easy Cooking. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ സ്വീറ്റ് ആണ്. ഫുഡ് കളർ ഒന്നും ചേർക്കാതെ 3 കളറിലും 3 ഫ്ലേവറിലും ഉണ്ടാക്കുന്ന സ്വീറ്റ് ആണ്. സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ 1/2 കപ്പ് ഫ്രോസൺ പീസ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നുറുക്ക് ഗോതമ്പും വേണം. ഗോതമ്പിനെ നന്നായി കഴുകിയ ശേഷം 1 കപ്പ് വെള്ളം ചേർത്ത് കുക്കറിൽ 1 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. കുക്കറിലല്ലാതെ സാധാരണ പാനിലാണെങ്കിലും ഗോതമ്പ് വേവിക്കാം. പക്ഷേ കുക്കറിലാവുമ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഗോതമ്പ് വെന്തിട്ടുണ്ട്. ഇതിനെ തണുക്കാനായി മാറ്റിവെക്കാം. ഇനി ഗ്രീൻ പീസിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് വേവിക്കണം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്. ഇതിനെ തണുക്കാനായി മാറ്റിവെക്കാം. ഇനി ക്യാരറ്റിനെ വേവിച്ചെടുക്കണം. ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് 2 മിനിറ്റ് വേവിക്കാം. ക്യാരറ്റ് നന്നായി വെന്ത് കിട്ടാനായി 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് കൂടെ വേവിക്കാം. ഇപ്പോൾ ക്യാരറ്റ് വെന്തിട്ടുണ്ട്. ഇതിനെ തണുക്കാനായി മാറ്റിവെക്കാം. ഇപ്പോൾ ഗോതമ്പ് ഇതുപോലെ നന്നായി തണുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. ഗോതമ്പിനെ മിക്സിയുടെ ജാറിലിട്ട ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് അരച്ച് മാറ്റിവെക്കാം. ക്യാരറ്റ് നന്നായി തണുത്ത ശേഷം 1/4 കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പാനിൽ ഇട്ട ശേഷം 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അരച്ചു വെച്ച നുറുക്ക് ഗോതമ്പിൽ നിന്നും 1 ടേബിൾ സ്പൂണോളം ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ഇതിനെ ഒന്ന് വരട്ടിയെടുക്കണം. ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. പഞ്ചസാര അലിയുമ്പോൾ വെള്ളം കൂടിയതുപോലെ തോന്നും. പക്ഷേ ഇത് 2-3 മിനിറ്റ് കൊണ്ട് തിക്കായി കിട്ടും. ഞാനിപ്പോൾ നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ വരട്ടിയെടുക്കാം. ക്യാരറ്റ് ഇതുപോലെ തുടരെ ഇളക്കി വരട്ടിയെടുക്കണം. ഇതുപോലെ തിക്കായി കഴിയുമ്പോൾ പകുതി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇത് 1.5 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരുണ്ട്. ഇതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലൊരു 1/4 ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിലും ചേർക്കാം. ഇതിനെ നന്നായി മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിനെ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൽ അല്പം നെയ്യോ ബട്ടറോ തേച്ച് കൊടുക്കണം. അതിനുശേഷം ചൂടോടെ തന്നെ സെറ്റ് ചെയ്യാം. സ്പൂണിൽ ഒരല്പം നെയ്യ് തേച്ച ശേഷം മുകൾ വശവും സൈഡും ഒന്ന് ഷേപ്പാക്കി എടുക്കണം. ഞാനിപ്പോൾ സ്പൂൺ വെച്ചൊന്ന് പരത്തിയ ശേഷം ഒരു സ്പാച്ചില വെച്ച് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഷേപ്പ് ചെയ്ത ശേഷം സെറ്റ് ചെയ്യാനായി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതൊരു 15 മിനിറ്റ് കൊണ്ട് സെറ്റായി കിട്ടും. മധ്യഭാഗത്ത് ഗോതമ്പ് കൊണ്ടാണ് സ്വീറ്റ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 ടേബിൾ സ്പൂണോളം അരച്ച ഗോതമ്പ് മാറ്റി വെച്ച ശേഷം ബാക്കി ഈ പാനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ഇതിനെ ഒന്ന് വരട്ടിയെടുക്കണം. 3 സ്വീറ്റിലും ഒരു മീഡിയം മധുരമാണ് ചേർക്കുന്നത്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടുതൽ ചേർക്കാം. ഇതിലും ഞാനിപ്പോൾ നെയ്യോ ബട്ടറോ ഒന്നും ചേർക്കുന്നില്ല. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നെയ്യില്ലാതെ തന്നെ വരട്ടിയെടുക്കാൻ പറ്റും. ഇതുപോലെ തുടരെ ഇളക്കി വരട്ടിയെടുക്കാം. ഇതിലധികം വെള്ളം ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇനി ഇതിൽ 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ച് ചേർക്കുന്നുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം.
ഇതുകൂടെ ചേർത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. നെയ്യ് കൂടി ചേർത്തിളക്കുമ്പോൾ ഇതുപോലെ പാനിൽ നിന്ന് പെട്ടെന്ന് വിട്ടുവരും. ഇതുപോലെ നന്നായി വരട്ടിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിനെ പാത്രത്തിൽ സെറ്റ് ചെയ്യാം. ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച സ്വീറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ ഇതും സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം സ്പൂൺ വെച്ചൊന്ന് നിരത്തി കൊടുത്ത ശേഷം സ്പാച്ചിൽ വെച്ച് ഇതിൻ്റെ സൈഡിലും മുകൾ വശത്തും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതിനെ ഫ്രിഡ്ജിൽ വയ്ക്കാം. അടുത്തതായി ഗ്രീൻ പീസ് വേവിച്ചത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ പാനിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മാറ്റിവെച്ച ഗോതമ്പ് ചേർത്ത് കൊടുക്കണം. ഇത് 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇതിലും 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ഇതിനെയും വരട്ടിയെടുക്കാം. ഇതിലും ഇപ്പം നെയ്യ് ചേർക്കുന്നില്ല. തുടരെ ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് വരട്ടിയെടുക്കാൻ പറ്റും. ഇതുപോലെ നന്നായി കുറുകി വന്ന ശേഷം 1/4 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യണം. നെയ്യ് ചേർക്കുമ്പോൾ ഇതുപോലെ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടുവരും. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം സെറ്റ് ചെയ്യാം. ഇതുപോലെ സൈഡും മുകൾ വശവും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. വെള്ള കളറിന് വേണ്ടി ഞാൻ അല്പം തേങ്ങ കൂടി പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മധ്യഭാഗത്തായി അല്പം ജാം മിക്സ് ചെയ്ത് ഡിസൈൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ബ്ലാക്ക് കറന്റ് ജാമാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.